ഓം ശാന്തി. ഇന്ന് നിങ്ങൾക്കൊരു വിപരീതമായിരിക്കുന്ന സിദ്ധാന്തമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും പറയും നല്ല ഹാർഡ് വർക്കിംഗ് വേണം, നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് അറിയണം എന്നൊക്കെയല്ലേ പറയാം. പക്ഷെ ഇന്നെല്ലാം ഞാൻ വിപരീതമായി പറയാൻ പോവുകയാണ്. അതെന്താ അങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് കർമ്മം വേണ്ടതിനേക്കാൾ കൂടുതൽ കാര്യം ചെയ്ത് ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന പലരെയും കാണാറുണ്ട് നമ്മൾ. പക്ഷേ വാസ്തവത്തിൽ നന്നായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചെയ്ത് മരിക്കോളം ചെയ്യുക എന്നുള്ളതല്ല. ചെയ്യുക എന്നുള്ളതിന് പല അർത്ഥങ്ങളും ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹയോഗം എടുക്കാമോ അവിടെയൊക്കെ നമ്മൾ സഹയോഗം എടുത്തിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് വി വിൻ വിൻ എന്ന്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഒരു ലോകം എനിക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. നമ്മളൊരു കൂട്ടാണെങ്കിൽ നമുക്ക് ഈ ലോകം നമ്മുടെ കൂടെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വി വിൻ വിൻ പോളിസി ആയിരിക്കണം. എന്നുവെച്ചാൽ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ, ഞാൻ ചെയ്യുന്ന പോലെ മറ്റാർക്കും ചെയ്യാനാവില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം. ആ ഒരു സംസ്കാരത്തെ നമ്മളുള്ളിൽ നിന്ന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. അവസാനം ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആ രീതി മാറ്റുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടായിട്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങൾ ആരെക്കൊണ്ടൊക്കെ സഹയോഗം എടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ ടീമിനെ മൊത്തം ഉപയോഗിച്ചുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് വർക്കുകൾ എല്ലാവർക്കും കാര്യങ്ങളെ പങ്കുവെച്ചു കൊടുത്ത് ഏത് കാര്യം മറ്റാർക്കും ചെയ്യാനാവില്ല, നിങ്ങൾ തന്നെ ചെയ്താലേ അതിൻ്റെ പെർഫെക്ഷൻ ആവൂ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ ലിസ്റ്റ് എടുത്ത് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും നന്നായി ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്കും അതിന് പങ്കാളിത്തം ഉണ്ടായിരിക്കും. അവിടെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളൊരു വിജയം നേടുന്ന സമയത്ത് അത് വലിയ വിജയമാവാറുണ്ട്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഉറുമ്പുകളുടെ ആ ഒരു പാഠം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും വേണമെങ്കിൽ നോക്കിക്കോളൂ. ഉറുമ്പുകൾ ഒരു പാത്രത്തിലൂടെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നിറച്ചുറുമ്പ് അതിൽ വന്ന് നിൽക്കുന്ന നേരത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്താൽ ഉറുമ്പുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് നീന്തിയിട്ട് കരക്ക് കയറി പോകാനൊന്നും എല്ലാ ഉറുമ്പിനും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു ഉറുമ്പ് മറ്റേ ഉറുമ്പിന് അധികം വൈകാതെ ഉറുമ്പുകൾ ഒരു ബോളായിട്ട് കൂട്ടായിട്ട് ആ ബോൾ ഉരുണ്ട് അവരെ എവിടെയെങ്കിലും പിടിച്ച് കയറി പോകാനായിട്ട് നോക്കുന്നതും കാണാം. പലപ്പോഴും വെള്ളത്തിൽ കാണുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പം അതുപോലെ ഒരു കൂട്ടമാണെങ്കിൽ നമുക്ക് അഥവാ ഒരാൾക്ക് കുറച്ച് മാനസികമായിട്ടൊരു പ്രയാസം വന്നാലും മറ്റൊരാളുടെ പോസിറ്റീവ് എനർജി അവരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ചെയ്താലേ നടക്കൂ എന്ന വിചാരം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സഹയോഗം എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതുണ്ടോ അതൊക്കെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്താൽ ശരിയാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അവനെയും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ജയിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ ജയം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുറച്ച് ചെയ്യണം, ഡു ലെസ്. എന്ത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതുണ്ടോ അത് നിങ്ങൾ ചെയ്യൂ. ബാക്കി എന്തൊക്കെ സഹയോഗം എടുക്കാമോ അതൊക്കെ മറ്റുള്ളവരുടെ സഹയോഗത്തിലേക്ക് മാറ്റണം. പിന്നെ രണ്ടാമത്തെ കാര്യം നോ ലെസ്. ഇന്ന് അറിയാന്നുള്ളത് മനുഷ്യന്മാർക്കൊരു രോഗമായി മാറിയ പോലെ തോന്നാറുണ്ട്. എല്ലാ സമയത്തും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കും. എപ്പോൾ നോക്കിയാലും ടിങ് 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 മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും എന്താ മെസ്സേജ് വന്നേ നോക്കട്ടെ, രണ്ടാമത്തെ കാര്യം മെസ്സേജ് വന്നേ നോക്കട്ടെ. പഠിക്കുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും മനുഷ്യന്മാർക്ക് ഏകാഗ്രമായി ചെയ്യാനുള്ള സമയമില്ല. അറിയാനുള്ളതായിരിക്കുന്ന വാഞ്ച, ആ അറിവ് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ഏത് ഗ്രൂപ്പുകൾ നമുക്ക് ആവശ്യമുള്ളതുണ്ടോ അതിൽ വെക്കുക. അത് വരുമ്പോൾ അത് റിംഗ് ടോൺ കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ വെക്കരുത്. അതിനെ സൈലൻ്റാക്കി വെച്ചേക്കൂ. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾ അലോട്ട് ചെയ്യുന്നതായിട്ടുള്ള സമയം ആ സമയത്ത് വാട്സപ്പ് എല്ലാം ഓപ്പൺ ആക്കി നോക്കുക. എന്തൊക്കെ റിപ്ലൈ വേണോ റിപ്ലൈ കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യുക, അവസാനിപ്പിക്കുക. അതല്ലാതെ ഓരോ വാട്സപ്പ് വരുമ്പോഴും നോക്കുക. നമ്മുടെ ശ്രദ്ധേനെ മാറ്റിക്കൊണ്ട് അറിവ് ഒരു അനുഗ്രഹമാകുന്നതിന് പകരം അറിവ് ഒരു ശാപമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് മാറരുത്. അതുകൊണ്ട് നോ ലെസ്. എന്തൊക്കെ വേണ്ടാത്ത സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ, നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ആവട്ടെ, അതല്ല വാട്സപ്പ് ഗ്രൂപ്പുകളാവട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളാവട്ടെ, അനാവശ്യമായിട്ട് എല്ലാത്തിനെയും മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. അതിൻ്റെയും ഭാരം കുറയ്ക്കുക, നമ്മുടെയും ഭാരം കുറയ്ക്കുക. ആവശ്യമുള്ളത് അറിയുക. എന്നാൽ അനവധി സങ്കല്പങ്ങൾ കൊണ്ടുണ്ടാകുന്ന മനസ്സിൻ്റെ കലുഷിതമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്താനും വേണ്ട കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് ആ കാര്യത്തെ നന്നായി ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടാത്ത ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് കെയർലെസ് എന്നാണ്. അതായത് ഒരു കാര്യം ഞാനിപ്പോൾ ചെയ്യുകയാണെങ്കിൽ
ആ കാര്യം ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഓരോരുത്തർ വരുന്നുണ്ടായിരിക്കും, പോകുന്നുണ്ടായിരിക്കും, ചെയ്യുന്നുണ്ടായിരിക്കും. ധ്യാനത്തിൽ നല്ല അവസ്ഥയിൽ പോകുമ്പോൾ അത് ആരാ വന്നാവോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ എന്താ വന്നാവോ, എൻ്റെ ശ്രദ്ധ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും നമുക്ക് ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കലും പെർഫെക്ഷനിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് കെയർലെസ്. ഞാനിവിടെ പഠിക്കുകയാണ്, അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു കാര്യം ഡ്യൂട്ടി ചെയ്യുകയാണ്, മറ്റൊന്നിനും എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ നമ്മൾ കെയർലെസ് ആയേ പറ്റൂ. അതല്ല ഒരേ സമയം എൻ്റെ ശ്രദ്ധ എല്ലാ ഭാഗത്തേക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യവും നന്നായി ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ചെയ്യുന്ന കാര്യം നമ്മുടെ കലയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ, ചെയ്യുന്ന കാര്യം ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കെയർലെസ്. അതുപോലെ തന്നെ സ്റ്റോർലെസ്. വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, ഇന്നലെ അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവിടെ ആ സ്ഥലത്ത് അത് കേട്ടു, ഇവിടെ ഈ സ്ഥലത്ത് ഇതുണ്ടായി, എന്തിനാണ് ഒരു 100 കൂട്ടം അനാവശ്യമായിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നിറച്ച് ഓർമ്മശക്തി ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണോ ഓർക്കേണ്ടത് ആ കാര്യം ഓർക്കാൻ പറ്റാതിരിക്കുകയും എന്ത് കാര്യം മറക്കേണ്ടതുണ്ടോ അതൊക്കെ ഓർത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ട് മറക്കേണ്ടതിന് മറക്കാനും ഓർക്കേണ്ടതിന് ഓർക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതിനൊക്കെ നമ്മുടെ സ്റ്റോറിൽ നിന്ന് കാലിയാക്കണം. ഒരു സ്റ്റോർ റൂമിൽ തന്നെ നോക്കി നോക്കിയേ, വേണ്ട സാധനങ്ങളും വേണ്ടാത്ത സാധനം കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് വേണ്ട ഒരു സാധനം പെട്ടെന്ന് എടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല. അതേസമയം വേണ്ട സാധനങ്ങൾ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണോ അത് നമുക്ക് എളുപ്പം പോയിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഈ സ്റ്റോറിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. വേണ്ടാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് വേണ്ട കാര്യത്തിന് സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ള സാധനം മാത്രം നമുക്കിവിടെ സ്റ്റോർ ചെയ്യണം, ബാക്കിയൊക്കെ നമുക്ക് കളഞ്ഞിരിക്കണം. പിന്നെ ഒന്ന് റിഗ്രറ്റ്ലെസ്. കാരണം നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല. എല്ലാ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും തെറ്റുപറ്റിയേക്കും. പക്ഷേ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആയിപ്പോയി അത് തന്നെ ചിന്തിച്ച് അതിനുള്ളിൽ തന്നെ വീണു പോവാതെ എന്തെങ്കിലും തെറ്റുകൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എന്ത് പാഠം പഠിക്കണോ ആ പാഠം പഠിച്ചു, അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനിയുള്ള എൻ്റെ ലൈഫ് എങ്ങനെ പോകണം എന്ന് നമുക്ക് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പ്ലാനിങ് പ്രകാരം മുന്നോട്ട് പോകണം. അല്ലാതെ അതങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാസ്റ്റിൽ ജീവിച്ചൊരിക്കലും സമയം കളയരുത്. അതുകൊണ്ട് പശ്ചാത്തപിക്കണം. തെറ്റുപറ്റിയാൽ എൻ്റെ നിന്ന് സംഭവിച്ചു നമ്മൾ ഓർക്കണം. പക്ഷെ എന്ന് കരുതി ആ പശ്ചാത്താപത്തിനുള്ളിൽ വീണു പോകരുത്. അതും ഒരു നെഗറ്റീവായിരിക്കുന്ന ക്വാളിറ്റിയാണ്. തിരിച്ചറിയുന്നത് പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ്, പക്ഷെ അതിൽ വീണു പോകുന്ന നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ്. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ളതായിട്ടുള്ള ഗ്യാപ്പ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വീണേക്കും. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചു പോയാൽ മാപ്പ് പറയണം. എന്താണോ പശ്ചാത്താപത്തിൻ്റെ കർമ്മം ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് എല്ലാം കുറച്ച് ചെയ്യാനാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഞാനിന്ന് ഡു ലെസ്, നോ ലെസ്, കെയർലെസ്, സ്റ്റോർലെസ് ആൻഡ് റിഗ്രറ്റ്ലെസ്, ഈ 5 കാര്യങ്ങളും ഇന്ന് കുറച്ച് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ കുറവ് നിങ്ങളുടെ മനസ്സിലെ സ്റ്റോറിൽ സ്ഥലം കൂട്ടും, നിങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടും, നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് പലരും പറയുന്നു 2020 നല്ല കാലഘട്ടം വരുമെന്ന്. തീർച്ചയായിട്ടും ഒരു സുവർണ്ണ യുഗത്തിൻ്റെ ആരംഭമായിട്ട് 2020 മാറട്ടെ. നിങ്ങൾക്കെല്ലാം എന്നും നല്ലത് ഭവിക്കാൻ വേണ്ടി കുറച്ച് ചെയ്തുകൊണ്ട് കൂടുതൽ മധുരം അനുഭവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.